ഹരേ കൃഷ്ണ. ആരാണ് ബാലി എന്നറിയാനുള്ള കഥയുടെ 2ാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് സൂര്യൻ്റെ തേരാളിയായ അരുണന് രംഭയുടെയും ഉർവശിയുടെയും ഒക്കെ നൃത്തം കാണാൻ ദേവലോകത്തെത്തി എന്നാണ് പറഞ്ഞു നിർത്തിയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ പുരുഷന്മാരെ ആരും ദേവേന്ദ്രൻ കടത്തിവിട്ടില്ല. അങ്ങനെ അരുണൻ സ്ത്രീവേഷം കെട്ടാൻ ഉദ്ദേശിച്ചുവെന്നാണ് പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇനി പറയുവാൻ പോകുന്നത്. നിമിഷത്തിനുള്ളിൽ അരുണൻ അരുണയായി ദേവസ്ത്രീകളുടെ കൂട്ടത്തിൽ ചേർന്നു. ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും അരുണനെ തിരിച്ചറിഞ്ഞതുമില്ല. നൃത്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ദ്രൻ്റെ കണ്ണുകൾ തേജസ്വിനിയായ അവളിൽ ചെന്ന് പതിച്ചു. വികാരപരവശനായി തീർന്ന ദേവേന്ദ്രൻ ഇനി കൂത്തൊന്നും ഇനി വേണ്ട എന്ന് പറഞ്ഞ് ദേവസ്ത്രീകളെ മുഴുവൻ പറഞ്ഞയച്ചു. പരിഭ്രാന്തനായി തീർന്ന അരുണൻ സൂത്രത്തിൽ ദേവസ്ത്രീകളോടൊപ്പം പുറത്തു കടക്കാൻ ഭാവിച്ചപ്പോൾ വാതിൽക്കൽ ഒരാൾ സ്ത്രീവേഷക്കാരിയെ തടഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അത് മറ്റാരുമല്ല, സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെ. സ്ത്രീവേഷത്തിലുള്ള അരുണനെ അടുത്തു വിളിച്ച് അവളെ പരിഗ്രഹിക്കാനുള്ള തൻ്റെ മോഹം ഇന്ദ്രൻ അറിയിച്ചു. അരുണൻ തൻ്റെ സത്യാവസ്ഥ തുറന്നു പറയുകയും ഇന്ദ്രൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുകയും ചെയ്തപ്പോൾ ദേവേന്ദ്രൻ കോപിച്ചുകൊണ്ട് പറഞ്ഞു, വേഷം മാറി ദേവസ്ത്രീകളുടെ മധ്യത്തിലിരുന്ന് കൂത്തു കാണാൻ ശ്രമിച്ചത് വഴി ദേവലോകത്തെ മുറകൾ തെറ്റിച്ചതിന് ശിക്ഷ അനുഭവിക്കണം. ദേഷ്യമകറ്റാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ച ശേഷം താൻ എന്താണ് വേണ്ടതെന്ന് അരുണൻ ഇന്ദ്രനോട് ചോദിച്ചു. ദേവേന്ദ്രൻ ഒരു ഗൂഢസ്മിതത്തോടെ അരുണയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഏതാനും നിമിഷം നമുക്ക് ഗൂഢമായി പങ്കിടാം. മറ്റൊരു മാർഗവും കാണാതെ വന്നപ്പോൾ അരുണ ദേവരാജൻ്റെ ഇംഗിതത്തിന് വഴിപ്പെട്ടു. അങ്ങനെ സുന്ദരനായ ഒരു കുമാരൻ ജനിച്ചു. ദേവേന്ദ്രൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവനെ വളർത്താൻ ഗൗതമ പത്നിയായ അഹല്യയെ ഏൽപ്പിച്ചു. അഹല്യ സന്തോഷത്തോടുകൂടി കുമാരനെ ഏറ്റുവാങ്ങി. ഹരേ കൃഷ്ണ. ഈ കഥയിൽ അഹല്യാദേവിയാണ് ബാലിയെ വളർത്തുന്നതും ദേവേന്ദ്രനാണ് ബാലിയുടെ പിതാവും എന്ന് നമുക്ക് ഈ കഥയിൽ നമുക്ക് മനസ്സിലായി. ഹരേ കൃഷ്ണ. ഇനി സുഗ്രീവൻ്റെ കഥയാണ് പറയുവാൻ പോകുന്നത്. അത് അടുത്ത ഭാഗത്ത്.